ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ ഫിലിമിൽ തിരിമറി. സ്ഥലം മാറിപ്പോയ ജീവനക്കാരി ആശുപത്രിയിലെത്തി രേഖകളിൽ തിരിമറി നടത്തിയെന്ന് ആരോപണം. HMC യോഗത്തിൽ അതിരൂക്ഷ വിമർശനവുമായി ചേർത്തല MLA പി പ്രസാദ്. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ ഫിലിം തിരിമറി നടത്തിയ സംഭവത്തിൽ വിവാദം തുടരുന്നു. 2022 നടന്ന തിരിമറിയിൽ ആരോപണ വിധേയയായ ജീവനക്കാരി സ്ഥലം മാറിപ്പോയിരുന്നു. കഴിഞ്ഞയിടെ ഇവർ ആശുപത്രിയിൽ ബന്ധപ്പെട്ട വിഭാഗത്തിൽ കയറി രേഖകൾ തിരുത്തിയെന്നാണ് ആരോപണം. ആശുപത്രി അധികൃതരുടെയോ വിഭാഗത്തിന്റെയോ ചുമതലക്കാരുടെയോ അനുമതിയില്ലാതെയുള്ള കടന്നുകയറ്റത്തിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ പി പ്രസാദ് MLA രൂക്ഷ വിമർശനം ഉയർത്തി. ആർക്കും കടന്നുകയറി എന്തും ചെയ്യാവുന്ന സ്ഥലമായി ആശുപത്രി മാറിയതായി ഇത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. MLAയുടെ വാദങ്ങൾക്ക് കക്ഷിഭേദമില്ലാതെ പിന്തുണയുമുണ്ടായി. 2022 ആശുപത്രിയിൽ എക്സ്റേ ഫിലിം തിരിമറി നടത്തിയത്. സ്റ്റോറിൽ നിന്ന് നൽകിയ 500 എക്സ്റേ ഫിലിമുകൾ എക്സ്റേ മുറിയിൽ എത്തിയിരുന്നില്ല. ഇത് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയതോടെയാണ് വിഷയത്തിന് ചൂടുപിടിച്ചത്. തട്ടിപ്പ് നടത്തിയ ജീവനക്കാരി ഇടപെട്ട് അന്വേഷണങ്ങളും നടപടികളും അട്ടിമറിച്ചിരുന്നു. എന്നാൽ അടുത്തിടെ ഓഡിറ്റ് പരാമർശത്തെ തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇത് വകുപ്പ് തല വിഷയമാണെന്ന് കാട്ടി പരാതി മടക്കിയിരുന്നു. നിലവിൽ വിഷയം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും വിജിലൻസിനും കൈമാറിയിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് മാറിപ്പോയ ജീവനക്കാരി അനുമതിയില്ലാതെ ഓഫീസിൽ കയറി രേഖകളിൽ തിരുത്തലുകൾ വരുത്തിയത് ഗൗരവത്തോടെ കണ്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ SR അമിന പറഞ്ഞു. വിഷയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കടക്കം റിപ്പോർട്ടും നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസുകൾ മാത്രം തുടർച്ചയായി അപകടത്തിൽപ്പെടുന്നതും തകരാറിലാകുന്നതും പരിശോധിക്കപ്പെടേണ്ടതാണെന്നും പി പ്രസാദ് MLA ആവശ്യപ്പെട്ടു. 6 ആംബുലൻസുകളുള്ള ആശുപത്രിയിൽ ഇപ്പോൾ 2 മാത്രമാണ് ഓടുന്നത്. അപകടങ്ങളിൽ കേടുപാട് പറ്റിയിട്ട് യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതും ഗൗരവത്തോടെ കാണണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തിടെ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ഓക്സിജൻ ലഭിക്കാത്ത സാഹചര്യമുണ്ടായതായും പരാതി ഉയർന്നു. ഇക്കാര്യത്തിലും ആശുപത്രിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യം ഇല്ലെന്നും സിലിണ്ടറിലെ ഓക്സിജൻ തീരുന്ന സമയത്തുണ്ടാകുന്ന അലാം മുഴങ്ങാത്തതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയതെന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്.